ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വിഭൂതി ബുധൻ അല്ലെങ്കിൽ ക്ഷാര ബുധനാഴ്ച. ഇന്നത്തോടുകൂടെ തിരുസഭ തൻ്റെ 40 ദിവസത്തെ നോമ്പ് കാലത്തിന് ആരംഭം കുറിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുമാണ്. സുവിശേഷം നമ്മളോട് പ്രധാനമായും 3 കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. അതെങ്ങനെ അനുഷ്ഠിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ നോമ്പ് കാലഘട്ടവും ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്. ഞാൻ എൻ്റെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് നോമ്പ് എന്നോട് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവേണ്ടത്? ഞാൻ എളിമപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? കാരണം പാപം ആരംഭിക്കുന്നത് അഹന്തയിൽ നിന്നാണ്. ദൈവമാകണം എന്നുള്ള ചിന്തയിൽ മനുഷ്യൻ പാപത്തിൻ്റെ കനി ഭക്ഷിക്കുമ്പോൾ അവിടെ പാപം ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ടുള്ള അനുസരണക്കേട് ആരംഭിക്കുന്ന അവിടെയാണ്. നമുക്കറിയാം, മനുഷ്യൻ ദൈവത്തെ പോലെ തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ പേർന്നവൻ. എന്നിട്ടും അവൻ അഹന്തയുണ്ടായത് കൂടുതൽ ദൈവത്തെ പോലെ ആകണം, ദൈവത്തെ പോലെ ശക്തനാകണം. അപ്പോൾ ആ ഒരു അഹങ്കാരം എന്നെ പാപത്തിലേക്ക് നയിച്ചു. ഇന്ന് ഞാൻ എൻ്റെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് എനിക്ക് ദൈവം ആവശ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ എനിക്ക് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്കത് കാണാൻ സാധിക്കും. അവൻ തൻ്റെ നിസ്സാരതയെ തിരിച്ചറിയുമ്പോൾ അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ച് നടക്കുന്നുണ്ട്. ഇത് ഒരു മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ച് നടക്കുകയാണ്. ഞാൻ ഈ നടക്കുന്ന വഴി യേശുവാകുന്ന വഴിയിലൂടെയാണ്. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനമായ ഒരു വഴി ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വഴിയെ, അവൻ നടന്ന വഴിയാണ്. കാരണം നമ്മൾ ഈ 40 നോൻപ് ആചരിക്കുന്നത് യേശുനാഥൻ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഓർമ്മ കൂടെയാണ്. അവിടെ നിന്ന് ആ 40 ദിവസം തൻ്റെ ശരീരത്തെ അടക്കി ആത്മാവിനോട് കൂടുതൽ അനുരൂപപ്പെട്ടതുപോലെ, ദൈവത്തോട് കൂടുതൽ അനുരൂപപ്പെട്ടതുപോലെ, ആശയടക്കം ചെയ്തതുപോലെ ഞാൻ ഈശോയാകുന്ന വഴിയാണ് നടക്കുന്നത്. എൻ്റെ പിതാവിലേക്ക് എത്തുകയാണ് പ്രാധാന്യം. എൻ്റെ പിതാവിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് ഈശോയാണ്. അപ്പോൾ എങ്ങനെ നടക്കണമെന്നാണ് ഈ സുവിശേഷം ഓർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചാരം പൂശിക്കൊണ്ടാണ് നടക്കുന്നത്. ചാരം നിസ്സാരതയാണ്. അഹന്തയിൽ നിന്ന് ഞാൻ എളിയതാണ്, ചെറുതാണെന്നുള്ള നിസ്സാരതയിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ സാധിക്കുന്നത്. നമ്മൾ അത് വളരെ മനോഹരമായി മാതാവിൽ കാണുന്നുണ്ട്. മറിയം ദൈവത്തിന് മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുമടക്കുന്ന അവസ്ഥയിൽ സ്വർഗം അവളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അവൾ ദൈവത്തിൻ്റെ അമ്മയായി മാറുകയാണ്. മറിയത്തെക്കുറിച്ചൊരു പാരമ്പര്യ കഥയുള്ളത്, അവൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്നെ ദൈവത്തിൻ്റെ അമ്മയുടെ, രക്ഷകൻ്റെ അമ്മയുടെ ദാസിയാക്കി മാറ്റണമെന്നാണ്. മറിയത്തിൻ്റെ എളിയ പ്രാർത്ഥന അതായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരം അവളെ അമ്മയാക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എളിമപ്പെടേണ്ട ആവശ്യകതയാണ് ഇന്ന് ഈ ചാരം പൂശുമ്പോൾ ഞാൻ ഓർക്കുന്നത്. ഞാൻ നിസ്സാരനാണ്, എനിക്ക് എൻ്റെ ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ട്. എനിക്ക് ഞാൻ എന്ന രീതിയിൽ എൻ്റെ അഹന്തയോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ പാപത്തിൻ്റെയും തുടക്കം അവിടെയാണ്. അപ്പോൾ ആ പാപത്തിൽ നിന്ന് മാറി ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് വരികയാണ്. വീണ്ടും നോമ്പ് കാലം പാപത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു കാലം മാത്രമല്ല, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാലമാണ്. എൻ്റെ തമ്പുരാൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ഞാൻ ഒരു കാല് വെക്കുമ്പോൾ, ഒരു ചുവട് വെക്കുമ്പോൾ എനിക്ക് വേണ്ടി ആയിരക്കണക്കിന് ചുവടുകൾ വെക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ ഇന്ന് സുവിശേഷത്തിൽ തിരിച്ചത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകാനുള്ള വഴിയാണ് യേശുനാഥ്. ആ വഴി യേശുനാഥിൽ നിന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥനയാണ്. ഞാൻ പ്രാർത്ഥനയോടുകൂടി എൻ്റെ ദൈവത്തോട് കൂടുതൽ അടുക്കും. ഇത് ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധമാണ്. പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ദൈവത്തോട് അടുക്കുന്നു. 2, ഞാൻ ഫാസ്റ്റിംഗ്, അതായത് ഞാൻ ഉപവസിക്കുന്നതിലൂടെ ഞാൻ എൻ്റെ ശരീരത്തെ മെരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ, ഞാൻ ചെയ്തു പോയ എൻ്റെ കാമനകൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തെ ദുരുപയോഗപ്പെടുത്തിയതൊക്കെ ഞാൻ മാറ്റിക്കൊണ്ട് അതിനെ കൂടുതൽ വിശുദ്ധീകരിക്കുകയാണ്. 3, ദാനധർമ്മമാണ്. ഇത് എൻ്റെ സഹോദരനോടുള്ള എൻ്റെ അടുപ്പമാണ്. ഞാൻ നിസ്സാരനായിരിക്കുന്നത് പോലെ നിസ്സാരക്കാരായ മനുഷ്യർക്ക് സഹായം ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഞാൻ അവരെ സഹായിക്കാൻ എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ഇത് ഈ നമ്മുടെ തിരുസഭ നൽകുന്ന, അതായത് ദൈവം നൽകുന്ന 10 കൽപ്പനകളുടെ ഒരു പൂർണ്ണതയാണ്. കൽപ്പന ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം, തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. എനിക്ക് പാപം ഉണ്ടാകുന്നത് ഈ കൽപ്പന ലംഘിക്കുമ്പോഴാണ്. ദൈവത്തെ ഞാൻ മറക്കുമ്പോൾ, എന്നെ തന്നെ ഞാൻ മറക്കുമ്പോൾ, എൻ്റെ സഹോദരനെ മറക്കുമ്പോൾ, ഇവിടെ ഈ തിരിച്ചുവരവിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞാൻ വീണ്ടെടുക്കുന്നത് ഇതിലൂടെയാണ്. ഞാൻ എൻ്റെ ദൈവവുമായി രമ്യതപ്പെടുന്നത് പ്രാർത്ഥന വഴിയാണ്. ഞാൻ എന്നോട് രമ്യതപ്പെടുന്നത് എൻ്റെ ഉപവാസം വഴിയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് രമ്യതപ്പെടുന്നത് ദാനധർമ്മം വഴിയാണ്. ഈ ദാനധർമ്മം സഹായിക്കുന്നത് മാത്രമല്ല, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് അവരോട് രമ്യതപ്പെടുന്നതും ഈ സ്നേഹത്തിൻ്റെ ബന്ധത്തെ ഒന്ന് പുതുക്കി ചേർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അങ്ങനെ എനിക്ക് എവിടെയെല്ലാം വിള്ളലുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ അവിടെയെല്ലാം
ഞാൻ രാഗി പുതുക്കി പണിഞ്ഞ് എന്നെ തന്നെ എളിമപ്പെടുത്തി ഞാൻ എൻ്റെ തമ്പുരാൻ്റെ വഴിയെ നടക്കുകയാണ്. അപ്പോൾ ഈ വഴി നടക്കുമ്പോൾ കൂടുതൽ ഞാൻ ചിന്തിക്കേണ്ടത് കരുണയോടെ എന്നെ കാത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഈ താഴ്ന്നു കൊടുക്കുന്നവൻ്റെ ശിരസിനെ ചവിട്ടി താഴ്ക്കുന്ന ദൈവമല്ല, അവനെ സ്വർഗത്തോളം ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഈ ആഫ്രിക്കക്കാരുടെ ഇടയിൽ വളരെ മനോഹരമായ ഒരു ആചാരമുണ്ട്. അവിടെ ആരെങ്കിലും പാപം ചെയ്യുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യരെ ആ സമൂഹത്തിന് മുൻപിൽ കൊണ്ട് നിർത്തി അവർ ചുറ്റും നിന്ന് ഈ മനുഷ്യൻ്റെ നന്മകൾ പറയും. നീ തെറ്റുകാരനല്ല, നിനക്ക് തെറ്റ് സംഭവിച്ചു പോയി, പക്ഷെ നീ തെറ്റുകാരനായ ഒരു പാപിയ മനുഷ്യരല്ല, നിനക്ക് ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ അവരെ ഏറ്റുപറഞ്ഞ് അവനെ ശക്തിപ്പെടുത്തും. അപ്പോൾ ഈ തപസ്സുകാലം എന്ന് പറയുന്നത്, നോമ്പുകാലം എന്ന് പറയുന്നത് ഞാൻ പാപത്തെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഒരു ഗിൽട്ട് ഫീലിങ്ങിലേക്ക് വരാനുള്ള കാലമല്ല. ഞാൻ എനിക്ക് തെറ്റ് സംഭവിച്ചു പോയതിനൊക്കെ തിരുത്തി എൻ്റെ നന്മകളെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ നന്മകൾ ജീവിക്കാനുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് പുണ്യം പൂക്കുന്ന കാലഘട്ടമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ നന്മകളിലേക്ക് തിരികെ പോകും. എൻ്റെ തമ്പുരാനും എന്നോട് പറയുന്ന എൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ ആ വിശാലതയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ പേറുന്നവനാണ് ഞാൻ. എപ്പോഴോ എൻ്റെ ശരീരത്തിൻ്റെ കാമനകൾക്ക് ഞാൻ അടിമപ്പെട്ടു പോയി. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനടുത്ത ആ ബന്ധത്തിലേക്ക് തിരിച്ചു പറയാനുള്ള ഒരു വിളിയാണ് ഈ നോമ്പുകാലത്തിൻ്റേത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ 40 നോൻപുകൾ എടുക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥനയിലൂടെ എടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരത്തെ ഫാസ്റ്റിങ്ങിലൂടെ, ഉപവാസത്തിലൂടെ മെരുക്കി ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, ഒപ്പം കൂടെയുള്ള മനുഷ്യർക്ക് നന്മകളൊക്കെ ചെയ്ത് അവരോട് സ്നേഹത്തിൽ ഒന്നായി തീർന്ന് ഈ നോമ്പ് ഏറ്റവും വിശുദ്ധമായി ആചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.